ചെറിയ വിളിയാ 5.25. ഇവിടെ ചില്ലറയൊന്നുമില്ല. പിന്നെ തന്നാ മതി. ആ നോട്ട് വാങ്ങി ചില്ലറ മാറ്റി കൊടുത്താ പോരായിരുന്നു. ഇങ്ങനെ ദാനം കൊടുക്കാൻ മുതലാളി ആരാ? അലക്സാണ്ടർ കൊടുത്തു. അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ഒരു 3 ലക്ഷം രൂപ കിട്ടിയാൽ ഒറ്റ വിളി കൊണ്ട് 3 ലക്ഷം ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലടാ, 3 ലക്ഷം രൂപ കിട്ടിയ 1 ലക്ഷം രൂപ ആ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കാം. 2 ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ അവന്റെ ശമ്പളത്തിനുള്ള പലിശ കിട്ടും. പ്രശ്നം തീർന്നേനെ. എന്തു പ്രശ്നം? അല്ല, പ്രശ്നം എന്താണ്? പ്രശ്നമൊന്നുമല്ല. പ്രശ്നം എന്ന് പറയാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. നീ ഇതൊക്കെ ഒന്ന് നോക്ക്. ഇങ്ങേർക്ക് എന്ത് വട്ടായി പോയ? ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ലെന്നേ. ഞാനിത് എത്ര കണ്ടതാ. ഈ റെസിറ്റ് ബുക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. നമസ്കാരം. ഇരിക്ക. പണക്കയുടെ വരെ ഇവിടേക്ക് വന്ന അമ്മയോട് നേരിട്ട് പറയണമെന്ന് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതാ. പുറപ്പെടുമ്പോ 5-8 പേരുണ്ടായിരുന്നു. ചായ ഒടിച്ച് നോക്കിയപ്പോ മറ്റവരൊന്നും കണ്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മയോടെ കൃഷ്ണക്കുറുപ്പിന്റെ പണക്കയുടെ വലിപ്പം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാഗ്യം എന്നല്ലാതെ എന്താ പറയാ. നല്ലൊരു ദിവസം നോക്കി ആ കിഴി ആഘോഷമായിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കാനാ ഭാവം. ആ കിഴി അങ്ങോട്ട് വാങ്ങിക്കുക. അതോടെ കുറുപ്പ് മരിച്ചതിന്റെ സമസ്ത ദുഃഖങ്ങളും അങ്ങോട്ട് മറക്കുക. ഞങ്ങളുടെ ഒരു അപേക്ഷയാണിത്. സ്നേഹത്തിന് നന്ദിയുണ്ട്, പക്ഷേ എന്റെ ദുഃഖം മാറ്റാൻ ഈ കിഴിയുടെ ആവശ്യമൊന്നുമില്ല. എന്താ ഈ പറയണത്? മരിച്ചവർക്ക് എന്താ പരമാനന്ദ സുഖമല്ലേ? ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പ്രാരാബ്ധവും ദുഃഖവും. എന്നാ ഒരു കാര്യം പറയാലോ, കൃഷ്ണക്കുറുപ്പ് മരിച്ചപ്പോഴാ കൃഷ്ണക്കുറുപ്പിന്റെ വില അറിയുന്നത്. ജീവിച്ചിരുന്നതിനേക്കാൾ പച്ച പിടിച്ചില്ലേ കുടുംബം. ആന ജീവിച്ചിരുന്നാലും ചെരിഞ്ഞാലും 12,000 ഒരു പഴഞ്ചൊല്ലുണ്ട്. ജീവിച്ചിരുന്നാൽ ലക്ഷക്കണക്കിനാ വില, ചത്താൽ അതിനേക്കാ വില. ആന കൊമ്പിനെന്താ വില, പല്ലിനെന്താ വില, നഖത്തിനെന്താ വില, ആന വാലിന് പോലും എന്താ വില. സത്യം പറഞ്ഞാൽ കുറുപ്പും ഒരു ആനയായിരുന്നു, തുമ്പിക്കൈ ഇല്ലാത്തൊരാന. അറിയാലോ, ഞാനും കുറുപ്പും ഈച്ചയും ശർക്കരയും മതിയായിരുന്നു. 2 ഉടലും ഒരു മനസ്സും. കേട്ടിട്ടുണ്ട്. കുറുപ്പ് പറയാറുണ്ടോ? ഇല്ല, എന്നാലും അറിയാം. അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, അത് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. വേണ്ട, അത് പറ്റില്ല. അമ്മയോട് തന്നെ പറയണം. കാര്യം പറ ചേട്ടാ. ഞാൻ പറയണ്ടെന്ന് ഉദ്ദേശിച്ചതാ. ഒരാള് മരിച്ചതിനേക്കാൾ വലുതല്ലല്ലോ ഇതൊന്നും. ഇപ്പൊ നിങ്ങളുടെ സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടതുകൊണ്ട് ഒന്ന് പറഞ്ഞു കളയാവുന്ന കാര്യം. എന്താ? മുമ്പ് കമ്പനി വെച്ച് കുറുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഒരു അത്യാവശ്യത്തിന് 5,400 രൂപ കടം മേടിച്ചിരുന്നു. അത് തരാതെയാണ് കുറുപ്പ് പോയത്. ആ കാശ് ഞാൻ ഈ കിഴിയിൽ നിന്ന് എടുക്കും. അച്ഛൻ എന്ത് കടം വാങ്ങിയാലും ആ കാര്യം ഏട്ടനോട് പറയും. കണിശക്കാരനായതുകൊണ്ട് ഏട്ടൻ അതെല്ലാം എഴുതി വെക്കുകയും ചെയ്യും. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാൻ ഞാൻ ഏട്ടനോട് പറയാം. ഇനി അഥവാ ഏട്ടൻ അത് എഴുതി വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നാലും വെട്ടിക്കളയാൻ പറയാം. അല്ല, അപ്പൊ പിന്നെ ഇത് അക്രമ, ഞാൻ ഇത് സമ്മതിക്കില്ല. വെള്ളം ചൂടാക്കണതോ? അല്ലടി, മരിച്ചുപോയ കുറുപ്പിന്റെ പേരും പറഞ്ഞ് ആ കണാരം പിരിവ് തുടങ്ങിയിട്ട് കാലം കുറയായി. ശുദ്ധ തട്ടിപ്പാ. ഈ വേണ്ടാന്ന് സരസ്വതി ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ പണം മുഴുവൻ തൊഴിലാളികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതോടെ അവന്റെ സ്കൂളും പൂട്ടും. അത് പൂട്ടിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരാം. വേഗം വരണം, ഞാൻ വെള്ളം പറക്കി വെക്കും. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് കാരണന്മാര് പറഞ്ഞത് നേരാ. ഇങ്ങനെയുണ്ടോ കാട്ടുകള്ളന്മാര്? പോവൂ ചേട്ടാ. ചേട്ടാ ചേട്ടാ കേട്ടോ ചേട്ടാ ചേട്ടാ. എന്താ എന്തേണ്ടായി? അയ്യോ എന്റെ ഭഗവതി, ഹാർട്ട് അറ്റാക്ക് ആണല്ലോ. ഹാർട്ട് അറ്റാക്ക് ഒന്നുമല്ല, ഒന്ന് പിടിക്കാൻ. ചേട്ടാ ചേട്ടാ കണ്ണുറക്കേട്ടാ, നീ പോയിട്ട് വെള്ളം എടുത്തോളൂ കേട്ടോ. കമ്പനി വന്നിട്ട് കാപ്പി കൂടെ കുടിക്കാതെ എന്താ? ഞാൻ കണ്ടു. എന്ത് കണ്ടു? കൃഷ്ണക്കുറുപ്പിനെ ഞാൻ കണ്ടു സുധാകര. അതേ രൂപം, അതേ വേഷം. എനിക്ക് പേടിയില്ലാത്തതുകൊണ്ടും എന്നോട് അച്ഛന് സ്നേഹമുള്ളത് കൊണ്ടും ഞാൻ ബോധം കെട്ടു വീണു. എന്തൊക്കെ ചേട്ടാ ഈ പറയുന്നത്? അതൊക്കെ വെറും ഒരു തോന്നലല്ലേ? ഈ 2 കണ്ണുകളും ഞാൻ ജനിച്ച അന്ന് മുതൽ കൊണ്ടു നടക്കുന്നതാ. ഇവരെന്നെ ചതിക്കില്ല. ഞാൻ കണ്ടു.
കൃഷ്ണക്കുറുപ്പിന്റെ ആത്മാവിനെ ഞാൻ കണ്ടു. മോനെ സുധാകര, അച്ഛന്റെ ആത്മാവ് ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല, അത് തീർച്ചയാ. എന്റെ ഭഗവതി, എനിക്ക് തന്നേക്കണേ. ഇന്ന് അമാവാസി, വിശാഖം നക്ഷത്രം, കുറുപ്പിന്റെ നക്ഷത്ര വിശാഖം. കുറുപ്പ് വരാൻ ഇതിലും നല്ലൊരു സമയം വേറെ ഇല്ല. ചേട്ടൻ ആരെയാ തൊടുന്നേ? കുറുപ്പ് അതിലേ പോയത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ വീടല്ലേ? ആരാ? ഇൻഷുറൻസ് കമ്പനിന്നാ. ഗുഡ് മോർണിംഗ് സർ, ഐ എം വിനയ് ചന്ദ്രൻ. Hello. പ്ലീസ് കം. അത് മുഴുവൻ ഞാൻ കഴിക്കുന്നേ. ഇൻഷുറൻസുകാർ വന്നിട്ടുണ്ട്, അമ്മയെ കാണണമെന്ന് പറയുന്നു. എനിക്കാരെയും കാണണ്ട. പക്ഷെ അവർക്ക് കാണണം. എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ മറുപടി പറയുകയും വേണം. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. അച്ഛന്റെ കൂടെയിരുത്തി ഒരു ചായ കൊടുക്ക്. അച്ഛൻ മരിച്ചു പോയെന്ന് അവർക്ക് എഴുതി വെച്ച കടലാസിൽ അമ്മ ഒപ്പിട്ടിട്ടുണ്ട്, അത് മറക്കണ്ട. വരൂ അമ്മേ. ഇതാണ് ഓഫീസർ മിസ്റ്റർ നാരായണസ്വാമി. ഓ, മരിച്ച കൃഷ്ണക്കുറുപ്പ് നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ. ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, വിധവകൾ സാധാരണയായി സിന്ദൂരം തൊട്ട് കാണാറില്ല. അമ്മ പിന്നെ സിന്ദൂരം എടുത്തു തൊട്ടോ? അച്ഛൻ മരിച്ച ശേഷം അമ്മയ്ക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ വന്നു. അതിപ്പോ മാറി വരുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരായിരുന്നു. നിങ്ങൾ അതിനത് വായിച്ചത്? അല്ല, സാധാരണയായി അത് പാടില്ലാത്തതാണല്ലോ. ആ, ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ അമ്മയെ കൊണ്ട് ഒപ്പിടിക്കണം. ശരി സാർ. കരയാതെ, സാരമില്ല. സിന്ദൂരം തൊട്ടാലില്ലെങ്കിൽ നീ സുമംഗലി തന്നെയാ. ഇവിടെ ഒരു ഒപ്പ്, പിന്നെ ഇവിടെയും. ഒരു അൺയൂഷ്വൽ ഡെത്ത് ആയതുകൊണ്ട് പ്രോസസ്സിംഗ് കഴിഞ്ഞ് പേയ്മെന്റ് വരാൻ 1-2 ആഴ്ച പിടിക്കും. പിന്നെ എല്ലാ മക്കളും ഒപ്പിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വേണം. ശരി സാർ. ശരി. സുമതി, സുമതി, എന്താ? കിട്ടി, കിട്ടി. എന്തോന്ന് കൊലയോ? കൊലയല്ല, നിന്റെ തല. അവിടെ LIC കിട്ടിയെന്ന്. എന്റെ ഗുരുവായൂരപ്പാ, നേരോ? നേര്. നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. അമ്മേ, വേഗം പുറത്തേക്ക് വാ, ആ ഭദ്രകാളി വരുന്നുണ്ട്. ആര്? അമ്മയുടെ മോളും. എന്തെങ്കിലും എടുത്തോണ്ട് പോകാൻ ചേച്ചി ഈ വീട് മുഴുവൻ തപ്പും. ഞാൻ അവളെ ഈ വീടിനകത്തേക്ക് കയറ്റില്ല. എന്ത് ബഹളം കേട്ടാലും അച്ഛൻ അനങ്ങരുത്. കഴിഞ്ഞ ആഴ്ച ചേട്ടൻ കായെടുക്കാൻ പൊള്ളാച്ചി പോയിട്ട് 11 ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ വന്ന് അമ്മയുടെ നിൽക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ആ, അതേതായാലും നന്നായി. അമ്മ ഇവിടെ ഒരു വിധം സുഖമായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, വന്നേ, നമ്മളെയൊക്കെ അധിക നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വിഷമമാണ്. ഞങ്ങളാരും അമ്മയുടെ മുമ്പ് പോവാറ് തന്നെ ഇല്ല. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതെ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും പൊക്കോ. അത് അങ്ങനെ എന്തെങ്കിലും വിഷമം അമ്മയ്ക്കുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് വിഷമങ്ങൾ മുഴുവൻ മാറ്റിട്ടേ പോകുന്നുള്ളൂ. എന്ത്? അതന്നെ. അത് വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കും തോറും പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. സമയം കളയണ്ട, രണ്ടുപേരും സ്ഥലം വിട്ടോ. വിനയ, നീ എന്റെ അനിയനല്ലേ? അതെ.
ഇൻഷുറൻസിന്റെ കാശ് ഞങ്ങളെ കൊണ്ട് തൊടിയിക്കാതിരിക്കാനുള്ള നിന്റെ അടവ് ഈ ചേച്ചിക്ക് മനസ്സിലാവില്ലടാ. ചേട്ടൻ ചെന്ന് കുളിച്ച് ഷർട്ടും മുണ്ടും മാറ്റ്. ആ. നമ്മള് 10 ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, ബാത്റൂം ഫ്രീ ആയിരിക്കുമല്ലോ. യ്യോ, നിക്ക്. അങ്ങനെ ഇപ്പൊ പോണ്ട. തടയണ്ട. ഭാര്യ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാൻ ഏതളിയനും ഈ ഇന്ത്യയിൽ അവകാശമുണ്ട്. അവകാശങ്ങളൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടല്ലേ അളിയൻ ഇവളെ സ്വീകരിച്ചത്? എന്ത് വാങ്ങിച്ചതാ പറയുന്നേ? എപ്പോ വാങ്ങിച്ചെന്ന് ഈ പറയുന്നത്? പറഞ്ഞ സ്വർണം തന്നോ? എനിക്ക് കട തുടങ്ങാൻ കാശ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നോ? ഇൻഷുറൻസിന്റെ പണത്തിൽ നിന്ന് 1-2 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. അച്ഛൻ എന്ന് പറഞ്ഞു? നിങ്ങളാരും കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അച്ഛൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മരുമകൻ എന്ന നിലയിൽ എന്നോടും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും പറയാനുള്ള സമയമല്ല, വേഗം സ്ഥലം വിട. വിട്ടില്ലെങ്കിലോ രണ്ടിനെ പിടിച്ച് പുറത്താക്കും. ആഹാ, എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും വില ഉണ്ടെന്ന് അറിയണമല്ലോ. അമ്മ ഇത് കണ്ടില്ലേ? അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥിതി വരുമായിരുന്നു. ഈ കള്ള അഭിനയം ഒന്നും ഇവിടെ വേണ്ട. അളിയോ, അളിയന്റെ കളിയൊന്നും ഇവിടെ ആരും അറിയില്ല എന്ന് വിചാരിക്കണ്ട. ആ കോളേജിന്റെ മുന്നിലെ പുത്തൻ കെട്ടിടത്തിൽ ഫ്ലാറ്റ് വാങ്ങാൻ അളിയൻ അഡ്വാൻസ് കൊടുത്തത് 7 കാശ് മുന്നിൽ കണ്ടിട്ടാന്നൊക്കെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന്റെ കഴിവാ. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മാനസിക നില ശരിയല്ല. എനിക്ക് ഭ്രാന്തായത് നീ അറിഞ്ഞില്ലേ? നീ വാടി. ഈ നാട്ടിൽ നീതി നിയമമുണ്ടെന്ന് ഞാനത് നോക്കട്ടെ. പ്രോവിഡന്റ് ഫണ്ടോ പോയി, ഇനിയിപ്പോ ഇൻഷുറൻസ് നമ്മളെ കൊണ്ട് തൊടിയിക്കില്ല എന്നാണ് അളിയന്മാരുടെ ഭാവമെങ്കിലേ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ഞാൻ ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. നീ വാടി. ഓ, എന്റെ ചോദ്യം അതല്ല ഉണ്ണിവാസു. ഞാനിവിടെ ഇല്ലാത്തപ്പോ ഈ സ്റ്റോപ്പ് വാച്ച് വെച്ച് നീ ഉണ്ടാക്കി വെച്ച ഈ കണക്കും PNDയുടെ കണക്ക് നമ്മെ തട്ടിച്ചു നോക്കിയാൽ നീ നിന്റെ അപ്പൂപ്പനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചെന്നേ പറഞ്ഞേ? ഈ ടെലിഫോണാണ് സത്യം. ഞാൻ ഒറ്റ പൈസ കക്കാറില്ല. ഇതെന്റെ ചോറാണ്. പിന്നെ എനിക്കെന്താ ഇത്? ചപ്പാത്തിയോ അതോ ചിക്കൻ ഫ്രൈയോ? എടാ എന്റെയും ചോറാ ഇത്. രൂപ 1247 വ്യത്യാസമായി കാണുന്നേ. ഇതെവിടെ പോയെന്നാ? ഇത്രയൊക്കെ എങ്ങനെ വ്യത്യാസം വരുന്നത്? ഒരു കാലത്തും വരാൻ വഴിയില്ല. അത് തന്നെയാടാ ഞാനും പറയുന്നത്. ഇങ്ങനെയാണെ നിന്നെ ഇവിടെ ഇരുത്താൻ ബുദ്ധിമുട്ടാ. അത് ശരി. അപ്പൊ കണക്ക് നോക്കി കണക്ക് പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് സുധാകരൻ മുതലാളി നീങ്ങുന്നത്. ഏത് വകുപ്പ് മുറുക്കി പിടിച്ചിട്ടാ എന്നിവിടെ ഇരുത്താൻ പറ്റിയാലെന്ന് മുതലാളി പറയുന്നത്? ഇതിന്റെ ലൈസൻസ് ഞാനാണ്. മുതലാളി ഇവിടെ ഇരുത്തണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. 500 1000 കൊടുത്താൽ ദിവസം വിടാതിരിക്കാൻ ഇഷ്ടം പോലെ മുതലാളിമാരെ കിട്ടും. നല്ല കനത്ത അടിയായിരുന്നല്ലേ? കഴുത്തിലെ 2 കശേരികൾ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് അവൻ പരാതി എന്നിരിക്കുന്നത്. എന്റെ ബൂത്തിൽ കയറി വന്ന് എന്നെ മനഃപൂർവ്വം മർദ്ദിച്ച് അവശനാക്കി. നിങ്ങളോട് ആര് പറഞ്ഞു സുധാര നിയമം കയ്യിലെടുക്കാൻ? അവൻ വല്ല കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ തന്നെ അവന്റെ ആ ബൂത്ത് വിലയ്ക്ക് വാങ്ങിയതായി രേഖ ഉണ്ടാക്കി ഒരു 4 എണ്ണം പൂശ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങളെ കൊണ്ട് ഒരാളെ നേരാമണ്ണം തല്ലാൻ പോലും പറ്റില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. സാർ, ഞാനും ഒരു പരാതി എഴുതി അങ്ങോട്ട് വന്നാലോ? ആ പരാതി എഴുതിയ കടലാസ് ചുരുട്ടിക്കൂട്ടി ഉണ്ടയാക്കി നമുക്ക് പന്ത് കളിക്കാം. കാണാൻ ഒരു ചവണ പോലെയാണെങ്കിലും ആ ഉണ്ണിവാസുവിന് നല്ല രാഷ്ട്രീയ ബന്ധമാണ്. അവൻ ആരെയൊക്കെയോ കണ്ടു പറഞ്ഞ് അവൻ ആ ബൂത്ത് സ്വന്തമാക്കി കഴിഞ്ഞു. തനിക്ക് വേണ്ട ഇനി ഒരു കാര്യം ചെയ്യാം. അവിടെ ചെന്ന് കാശ് കൊടുത്ത് STD വിളിക്കല്ലേ പൂപ്പ? സാർ, എന്നാലും ഒരു നീതി ന്യായവും വേണ്ടേ സാർ? എന്ത് നീതി? ഞാനാണല്ലോ ആ ബൂത്തിന് വേണ്ട സകല ചെലവും വഹിച്ചത്. സാറാണല്ലോ എന്റെ കമ്പ്യൂട്ടർ ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ടാണല്ലോ അത് മറ്റവന്റെ കയ്യിലായത് അല്ലേ പൂപ്പു? പോയ സുധാര, മ്യൂസിക് കാസറ്റിന് ഇപ്പൊ നല്ല ഡിമാൻഡാ. ആ രീതിയിലൊരു ബിസിനസ് സുധാരന്? അയ്യോ വേണ്ട സാർ, ഇപ്പൊ ഒന്നും പറയണ്ട. ചെറിയ ഒന്ന് കാണട്ടെ. അയ്യോ, ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ചെറിയമ്മേ. സാർ, സാർ, അമ്മ അവിടെ ഇല്ല. അമ്മ പറയട്ടെ, തലവേദനയായിട്ട് അമ്മ. അല്ല, എനിക്ക് ചെറിയമ്മയെ കൊണ്ട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു. Cool down. ഒരിക്കൽ കൂടി ചുമക്കൂ. എന്താ? ഒരിക്കൽ കൂടി ചുമക്കാൻ. ചിറ്റപ്പന്റെ അതേ ശബ്ദവും അതേ ചുമയും. കീപ് ഇറ്റ് അപ്പ്. ഈ താലീസ പത്രാതി പടകം ചുമക്ക് നല്ലതാ, വാങ്ങിച്ചു കഴിക്കാൻ. ഗുരുവേ, സാരമില്ല, പേടിക്കാൻ ഒന്നുമില്ല. ഇതുകൊണ്ട് ഭേദമാവും. പിന്നെ പറ്റുമെങ്കിലേ പാറശാലയ്ക്കും മൂകാംബയ്ക്കും ഒന്ന് പോകണം. ഒരു യാത്ര നല്ലതാ. എന്നാ പിന്നെ ഞാന് പാറശാലിന്ന് വന്ന മന്ത്രവാദി ഉറക്കം കെട്ടിപ്പോയി. എന്നിട്ടും അങ്ങേർക്ക് ഒരു കുറവുമില്ല. കുറുപ്പ് ചേട്ടൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാ. കമ്പനി പോക്കും നിർത്തി.
ഞാൻ എന്റെ അനിയനെ ഒന്ന് കത്തെഴുതി വരുത്തിയാലോ എന്ന് ആലോചിക്കുക. ചോറ്റാനിക്കരി ഒന്ന് കൊണ്ടുപോകണം. പേടിക്കാതിരിക്കുന്ന നാരായണിക്കുട്ടി. എങ്ങനെ പേടിക്കാതിരിക്കാനാ ചേച്ചി? എപ്പോഴും മൗന. എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കുറുപ്പിച്ചേട്ടിനെ പറ്റി മാത്രമായിരിക്കും. അവരത്രയ്ക്ക് അടുത്ത് കഴിഞ്ഞവരല്ലേ. മരിച്ചാലും സ്നേഹം മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടല്ലേ മൂപ്പരുടെ അടുത്ത് മാത്രം വന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, സ്നേഹമുള്ള മുമ്പിൽ ആത്മാക്കൾ പ്രത്യക്ഷപ്പെടാന്ന് വെച്ചാ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത് നിങ്ങളുടെ മുമ്പിലല്ലേ? ചേച്ചി അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഞാൻ എന്നും നല്ല നിലയിലേ അങ്ങാരെ കണ്ടിട്ടുള്ളൂ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. പൂജാമുറിന്ന് ഇറങ്ങാറായി. എപ്പോഴും ചന്ദനത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥനയാ. പോട്ടെ. എല്ലാം കേട്ടു. നമ്മൾ എന്താ ചെയ്യാ? അടിയോടി എന്റെ ഏറ്റവും വലിയ സുഹൃത്താ. ഞാൻ കാരണം അവന്റെ ജീവിതം തരാൻ പാടില്ല. ഞാൻ അവനോട് തുറന്നു പറയാൻ പോവാ. എന്റെ അവസ്ഥ അവനറിയാം. ആരോടും പറയില്ല. എന്റെ മക്കളൊക്കെ വിശ്വാസം എനിക്ക് അവനെ. രാത്രിയാവട്ടെ. അടിയോടി അടിയോടി. ഇവിടെ ഇതെന്താ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു പിടിച്ച്? ഇത് ചന്ദനത്തിരിയല്ല, ധൂമമാണ്. കത്തുന്നത് എന്റെ ഹൃദയമാണ്. ഞാൻ തന്നോടൊരു സത്യം പറയാൻ വന്നതാ. ഈ കാണുന്നതിലും വലിയൊരു സത്യം വേറെന്താണുള്ളത്? അവിടെ തനിക്ക് സുഖം തന്നെയല്ലേ? ജയിലിൽ കിടക്കുന്നതിന് എന്ത് സുഖം? അവിടെയും ജയിലുണ്ടോ? തനിക്ക് ജയിലാണെങ്കിൽ എന്റെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? എന്നെ അവർ നൂൽപാലത്തിൽ കൂടി നടത്തി തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കും. കള്ളക്കണാരനെ നരകത്തീയിലിട്ട് ചെകുത്താൻമാർ അമ്മാനമാടും. അടിയോടി, തന്നോടൊന്ന് തുറന്ന് സംസാരിക്കാനാ ഞാൻ വന്നത്. സംസാരിച്ചോളൂ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എനിക്കിപ്പോ തീരെ പേടിയില്ല. ഞാൻ മരിച്ചിട്ടില്ല അടിയോടി. ആത്മാവിന് ഒരിക്കലും മരണമില്ല. അത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ്. ആത്മാവ് എടുത്തു ധരിക്കുന്ന വെറും ഒരു ഉടുപ്പ് മാത്രമല്ലേ മനുഷ്യജന്മം? എന്തൊക്കെയായി പറയുന്നത്? തന്റെ തെറ്റിദ്ധാരണ മാറ്റാനാ ഞാൻ വന്നത്. എനിക്കൊരു മനസ്സമാധാനം ഇല്ലാണ്ടായിട്ട് നാളെ എത്രയെന്നറിയാവോ? എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങളൊന്നും തന്റെ മക്കൾ ചെയ്തിട്ടില്ല. മരിച്ചെങ്കിലല്ലേ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ മരിച്ചിട്ടില്ല. സംശയമുണ്ടെ തൊട്ടു നോക്ക്. ഞാൻ തൊടും. നേരത്തെ പറഞ്ഞു എനിക്ക് പേടിയില്ലെന്ന്. തുടരും. തൊടട്ടെ? ഞാനിപ്പോ തൊടും. തൊട്ടുള്ളൂ. എനിക്ക് പേടിയില്ല. ഞാൻ തൊടാൻ പോവാ. ചേട്ടൻ എന്താ ഈ പാതിരാത്രിക്ക് കൈ നീട്ടി നിൽക്കുന്നത്? ദേ എന്ത്? ദേ നിക്കണു നിന്റെ അച്ഛൻ. അച്ഛനോ? എവിടെ? നീ കാണില്ലേ? എനിക്ക് കാണാം. ദേ. എന്താ ചേട്ടാ ഈ പറയുന്നത്? അയ്യോ ദേന്ന്. ഇവിടെ ആരും ഇല്ലല്ലോ. ദേ ഒരു നിക്കണു. മണ്ണാങ്കട്ടയില്ല. എന്താ ചേട്ടാ ഇത്? രാത്രി കിടന്നുറങ്ങാതെ വല്ല ചെടി അനങ്ങുന്നതോ നിലാ വീഴുന്നതോ കണ്ടാ മതി, അപ്പൊ ആത്മാവായി പ്രേതമായി. ദേ പോണു. എന്ത് ദേ പോണെന്നാ? പോണൂന്ന്. എല്ലാം ചേട്ടന്റെ ഓരോ തോന്നലല്ലേ? അയ്യോ എന്റെ ദൈവമേ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? നമ്മുടെ കുറുപ്പ് പരലോകത്ത് ജയിലിൽ അടിപ്പാവാം. ഇതൊന്നും കേട്ട് ചേച്ചി പേടിക്കണ്ട. അകത്തോണ്ട് കിടത്തി ഉറക്ക. അകത്തേക്ക് വരൂ. ഞാൻ കണ്ടു, സംസാരിച്ചു. വരൂ. ദേ പോണ്ടേ. ഞങ്ങളെ ജയിലിൽ കയറ്റാനാണോ ഉദ്ദേശം? അടിയോടി ആരോടും പറയില്ല മോനെ. എന്ന് വിശ്വസിക്കാവുന്ന വിധത്തിലല്ല അയാളുടെ ഇപ്പോഴത്തെ സ്ഥിതിയെന്ന് അച്ഛൻ മനസ്സിലായില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ മക്കളെ നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരിക ഞങ്ങൾ മാത്രമല്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്. എന്നാണ് നീ ഇതൊക്കെ പറയാറായത്? അവൻ പറഞ്ഞത് ശരിയാ. ഞാൻ തെറ്റാ ചെയ്തത്. പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതൊന്നിച്ച് അനുഭവിക്കാൻ തയ്യാറാവണം. ഇടയ്ക്ക് വെച്ച് പിന്മാറാൻ നോക്കിയാല് എനിക്ക് ചിലപ്പോ ഈ വാതിൽ പുറത്തുനിന്ന് പൂട്ടേണ്ടി വരും. അത് നീ മാത്രം തീരുമാനിച്ചാ പോരാ. കൂടുതൽ ബാധിക്കുന്നത് എന്നെ ആയതുകൊണ്ട് എനിക്ക് തീരുമാനിക്കേണ്ടി വരും. ഇതിലും കൂടുതൽ എന്ത് ബാധിക്കാനടാ? സഹിക്കുന്നവർ അതിനുണ്ട് ഞാൻ പറഞ്ഞേക്കാം. അതിനപ്പുറം കിടന്നാണല്ലോ. എന്താവുന്ന എനിക്കറിയാം. മതി, പോയി കിടന്നുറങ്ങ്. പറഞ്ഞ കേട്ടില്ലേ? പോ.